പഠനവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെ നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കണം. പഠനത്തിലെ ത്രിമൂർത്തികൾ എന്നാണ് ഈ 3 ഘടകങ്ങൾ അറിയപ്പെടുന്നത്. 1 ശരീരം, 2 മനസ്സ്, 3 ബുദ്ധി. നിങ്ങൾ കേട്ടിട്ടില്ലേ, അവന്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം അവൻ പഠിക്കുവാണോ അല്ലയോ എന്ന്. ഇരിപ്പിടത്തിൽ നട്ടെല്ല് നിവർത്തിയിരുന്ന് രക്തഓട്ടം വളരെ സ്മൂത്തായിട്ട് നടക്കത്തക്ക രീതിയിൽ വേണം നിങ്ങളുടെ പഠനത്തിന്റെ ഇരിപ്പ് ക്രമീകരിക്കാൻ. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് സാവധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണം. ഉറക്കം വരാനുള്ള സാധ്യതയൊക്കെ മാറ്റിക്കളഞ്ഞോളും. കുറച്ച് സമയം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണ് ഉയർത്തി ദൂരെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു 2 സെക്കൻഡ് സമയം ഒന്ന് നോക്കണം. അതിനുശേഷം പിന്നെ തിരിച്ചു വന്ന് വീണ്ടും വായിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ കണ്ണിന് ആയാസം വരുന്നതും ഉറക്കം വരുന്നതും കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ടോയ്ലറ്റിൽ പോകേണ്ട സമയം കൂടി പിടിച്ചിരുന്ന് പഠിച്ചാൽ ആ സമയം കൂടി പാഴായി പോകുമെന്നല്ലാതെ പഠനത്തിന് അത് ആരോഗ്യകരമായി സഹായിക്കത്തൊന്നുമില്ല. 2, മനസ്സ്. Where there is the will, there is the way. മനസ്സുണ്ടോ മാർഗമുണ്ട്. പഠിക്കാൻ നേരത്ത് ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ അത് കത്തിച്ചു വെച്ച തിരി പോലെ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഫിയർ പാടില്ല. അയ്യോ അതിനെപ്പറ്റി ഓർത്ത് പേടിച്ചിരിക്കുന്നു. ഫ്രീസ് പാടില്ല. അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ഓർത്ത് പേടിച്ച് വിറച്ച് മരവിച്ചിരിക്കുന്നു. ഫൈറ്റ് മൂഡിലേക്ക് പോകാൻ പാടില്ല. ഞാനങ്ങോട്ട് ചെല്ലോട്ടെ കാണിച്ചു കൊടുക്കാം. ഫ്ലൈറ്റ് മൂഡിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഓർമ്മയും ബുദ്ധിയും നിങ്ങളുടെ ഒപ്പം ഒളിച്ചോടിപ്പോരാൻ തയ്യാറാവില്ല. ഫേസ് ദ പ്രോബ്ലം. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക, ആരോഗ്യകരമായതിനെ സമീപിക്കുക, സോൾവ് ചെയ്യുക, തിരിച്ചു വന്നിരുന്ന് പഠിക്കുക. Then your mind will be calm and quiet and you can learn very well. 3ാമത്തെ ഘടകം ബുദ്ധി. അവൻ ഭയങ്കര ബുദ്ധിയാ, എനിക്കൊരു ബുദ്ധിയില്ല എന്ന് പറയുന്നവനാണ് മണ്ടൻ. അത്തരം മണ്ടത്തരങ്ങൾ കേട്ട് എനിക്ക് ബുദ്ധിയൊന്നും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളും മണ്ടനാകും. നിങ്ങളുടെ തലച്ചോറിന്റെ ബുദ്ധിയുടെ ഭൂരിപക്ഷവും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരിൽ ഒരാളെന്ന് വിളിപ്പേര് കേട്ട ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ 13% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പഠന വൈകല്യമുണ്ടായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി തീർന്നില്ലേ? ഇത്രയും ബുദ്ധിയുള്ള നിങ്ങൾക്ക് ഈ ചെറിയ പാരഗ്രാഫ് പഠിക്കാൻ പറ്റിയെന്ന് ആരെങ്കിലും പറയുമ്പം അതും വിശ്വസിച്ച് പഠിക്കാതിരിക്കുന്ന മണ്ടന്മാരായി നമ്മൾ മാറരുത് കേട്ടോ. പഠനത്തിന്റെ ശൈലി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിക്കോ. അത് നിങ്ങളുടെ പഠനത്തെ സഹായിച്ചേക്കും. അപ്പോഴേ പഠിക്കാനിരിക്കുമ്പം ശരീരം, മനസ്സ്, ബുദ്ധി ഈ 3 ത്രിമൂർത്തികളെ കൂട്ടത്തിലങ്ങ് കൂട്ടിക്കോ. എന്നിട്ടങ്ങ് പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്.